ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജു. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജു, ബ്യൂട്ടി വിത്ത് മീ അഞ്ജു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്സിലൊക്കെ റീൽസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ ഇടയ മോൾക്ക് സുഖമില്ലാണ്ട് പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ പുറകേ നടക്കലായിരുന്നു. നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. എനിക്കും ചെറുതായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ വായിലൊക്കെ ചെറിയ ചെറിയ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കാര്യമാക്കണ്ട, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നടന്നിട്ട് നല്ല രീതിയിൽ എൻ്റെ സ്കിന്ന് ഡള്ളായിട്ടുണ്ടായിരുന്നു. ഡള്ളാവാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നാളെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകണം. അതിന് മുന്നേ എൻ്റെ സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്ത് നന്നാക്കി എടുക്കുന്ന ബെറ്റർ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സ്കിൻ കെയർ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാതെ തന്നെ ഒന്നും ഫോളോ ചെയ്യാതെ എൻ്റെ സ്കിന്ന് ഡാമേജ് ആയതാണ്. അപ്പോൾ അതിനൊന്ന് മിനുക്കി റെഡിയാക്കി സെറ്റാക്കി എടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്തു. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ശേഷമാണ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഡൾനെസ് എല്ലാം തന്നെ മാറി ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന മുത്താറിപ്പൊടിയാണ്. 1 സ്പൂൺ മുത്താറിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് മുൾട്ടാണിമിട്ടി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതും 1 സ്പൂൺ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്ന എഗ് വൈറ്റ് ആണ് കേട്ടോ. അതും 1 സ്പൂൺ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളി, വാളംപുളിയുടെ നീരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് കുതിർത്ത വാളംപുളിയുടെ നീര് എടുത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി പാക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് മിൽക്ക്, നമ്മുടെ പാല് ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് അതിന് മുകളിലേക്കായിട്ട് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് ഫുള്ളായിട്ട് ഡബിൾ കോട്ടായിട്ടാണ് കേട്ടോ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഉണങ്ങി വരണ്ട് പോകാനായിട്ട് പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതിന് ശേഷം നമ്മൾ കുറച്ച് പാലെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. സർക്കുലർ മോഷനിൽ ഫുൾ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാജ് ചെയ്തതിൻ്റെ ശേഷം ഞാനിത് വൈപ്പ് ചെയ്ത് കളയാട്ടോ ചെയ്യുന്നത്. സാധാ പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കാണുന്നത്. അതിനിടയിൽ ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി, അതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈറ്റ് ഇട്ടതാണത്. ഇപ്പം കണ്ടില്ലേ, വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ ഫേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതുപോലെ ബ്രൈറ്റൻ ആക്കി, അതുപോലെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്കിന്ന്. ഞാൻ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനും ഫേസിൽ ഒട്ടും തന്നെ ഇല്ലാതെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ അത് നെക്കിൽ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗത്തും അപ്ലൈ ചെയ്തെടുത്തുള്ള ഒരു കളർ ചേഞ്ചസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ആ ടാനെല്ലാം തന്നെ മാറ്റി നല്ല രീതിയിൽ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ ലൈറ്റിൽ വെച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലരെങ്കിലും പറയും കേട്ടോ, കഴുകാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന്. ഇതാണ് ആ വീഡിയോ. അടിപൊളിയായിട്ടില്ലേ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന പുളി നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മുൾട്ടാണിമിട്ടിയും മുത്താറി, അതിൻ്റെ കൂടെ പുളിനീരിന് പകരം നമുക്ക് തൈര് അല്ലെങ്കിൽ പാൽ എന്തെങ്കിലും ചേർത്തിട്ട് നമുക്കിത് ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ. കാരണം എനിക്കത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതല്ല, ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി എന്നോട് പറയണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.